കെ രാമചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്നാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം നടന്നതുകൊണ്ട് തന്നെ മുന്നണികൾ മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ആലപ്പുഴയിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനിൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രധാന ചർച്ചയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഉപതെരഞ്ഞെടുപ്പായതിനാൽ ശക്തമായ പ്രവർത്തനം ചെങ്ങന്നൂരിൽ നടത്താൻ നേതാക്കൾ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന് പൊതുതെരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രാധാന്യമുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ചെങ്ങന്നൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത് ഒരു വിധത്തിലും ഇന്നിവിടെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെ ബാധിക്കില്ല, നേരിട്ട് ബാധിക്കത്തില്ല. പ്രത്യേകിച്ച് അസംബ്ലിയിലെ കക്ഷി നില വെച്ച് നോക്കി. എന്നാലും രാഷ്ട്രീയമായി ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമാണ് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിനുള്ളത്. CPM മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. സിറ്റിംഗ് സീറ്റ് ഏത് വിധേനയും നിലനിർത്തണമെന്ന് ചെങ്ങന്നൂരിൽ ചേർന്ന CPM യോഗം വിലയിരുത്തി. മണ്ഡലത്തിലെ 11 പഞ്ചായത്തുകളുടെയും ചുമതല 11 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകി. പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തനം ശക്തമാക്കാനാണ് CPM തീരുമാനം. BJPയും മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് തല കമ്മിറ്റികൾ BJP പൂർത്തിയാക്കി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെപ്പറ്റി മുന്നണികളിൽ പ്രാഥമിക ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.